2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സാമുദായിക സംഘടനകളുടെ വോട്ട് ബിജെപിയിലേക്ക് ശക്തമായ രീതിയിൽ മറിഞ്ഞതാണ്. അതിൽ ഏറ്റവും മുൻനിരയിലുള്ളത് NSS ആണ്. നായർ സമുദായത്തിന്റെ വോട്ടിലെ 45% ബിജെപിക്ക് അനുകൂലമായി പോയിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തിയത് ക്രൈസ്തവ വോട്ടർമാരുടെ വോട്ട് വിഹിതമാണ്. 5% വോട്ടുകളാണ് ബിജെപിയിലേക്ക് പോയിരിക്കുന്നത്. തൃശ്ശൂരിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയൊരു സങ്കടത്തിലേക്ക്, ഭയത്തിലേക്കൊക്കെ തള്ളിയിട്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗം സാമുദായിക നേതാക്കന്മാർ കോൺഗ്രസിനോട് വലിയ സ്നേഹവും മമതയും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല. മണിപ്പൂർ വിഷയം മുൻപോട്ട് വയ്ക്കുന്ന കോൺഗ്രസിന് പിന്തുണ നൽകുന്ന ക്രൈസ്തവ സാമുദായിക സംഘടനകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ക്രൈസ്തവർ ഇപ്പോഴും കോൺഗ്രസിനോട് വല്ലാത്തൊരു മമതയും സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് തള്ളിക്കളയുവാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴുള്ള പടലപ്പിണക്കം ക്രൈസ്തവ വിഭാഗവും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള താക്കീത് നൽകുന്നുണ്ട്. എന്നാൽ ആ താക്കീത് കോൺഗ്രസിനല്ല, ആ താക്കീത് മറിച്ച് ശശി തരൂരിനാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അതിയായ അതിമോഹമാണ് ശശി തരൂർ പ്രകടിപ്പിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ പല നേതാക്കന്മാരും പറയുമ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു പ്രതികരണമാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. അതായത് ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത് യാക്കോബായ സഭയാണ്. യാക്കോബായ സഭ നിരണം ഭദ്രാസന മുൻ മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ കുറിലോസ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഗീവർഗീസ് മാർ കുറിലോസ് നിലപാട് വ്യക്തമാക്കിയത്. കിട്ടാവുന്നതെല്ലാം വാങ്ങി അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് അധികാര കൊതി തീരാതെ എല്ലാം തന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും കാലുമാറുകയും ചെയ്യുന്നവരോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനാണ് ഏറ്റവും കേമനെന്ന ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെ ഉണ്ടോ എന്നും ഗീവർഗീസ് മാർ കുറിലോസ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാനാണ് ഏറ്റവും കേമനെന്ന ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെ ഉണ്ടോ? മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കിട്ടില്ലായിരുന്നു എങ്കിൽ ഇദ്ദേഹം ഇപ്രാവശ്യം എവിടെ ഇരിക്കുമായിരുന്നു? കിട്ടാവുന്നതെല്ലാം വാങ്ങി അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് അധികാര കൊതി തീരാതെ എല്ലാം തന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും കാലുമാറുകയും ചെയ്യുന്നവരോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമുണ്ടാകും. അത് ആരായാലും ഏത് പ്രസ്ഥാനമായാലും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. ആ ഫേസ്ബുക്ക് കുറിപ്പ് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ശശി തരൂരിന് ചില സാമുദായിക പിൻബലമുണ്ട്. ആ സാമുദായിക പിൻബലം ക്രൈസ്തവ സമൂഹം പിൻവലിക്കുമെന്നുള്ള ഒരു താക്കീത് കൂടി അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. കൂടാതെ ശശി തരൂര് ഒരു അധികാര കൊതിയനാണെന്നും 4 തവണ അടുപ്പിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്ന ശശി തരൂരിന് അധികാര കൊതി തീരാതെ ഹൈക്കമാൻഡിലേക്ക് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഓടിയലഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അതിന് സാധിക്കില്ല എന്നും ദേശീയ തലത്തിൽ ദേശീയ മുഖമായി പാർലമെന്റിനുള്ളിൽ ശശി തരൂരിനെ പോലെ വിദ്യാസമ്പന്നനായ കഴിവും പ്രാപ്തിയുമുള്ള നേതാവ് ആവശ്യമുണ്ട് എന്നും കേരളത്തിൽ ഇപ്പോൾ അതിന് യോഗ്യതയുള്ള പല നേതാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചപ്പോൾ അത് അങ്ങനെ ഒന്നും ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പാർട്ടിക്കെതിരെ കടുത്ത പോരാട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ച ശശി തരൂരിനെ ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക വിഭാഗം കടുത്ത വിമർശനത്തിന് വിധേയനാക്കുമ്പോൾ അത് അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ബാധിക്കുമെന്നുള്ളത് തള്ളിക്കളയുവാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ CPM അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, ഇപ്പോൾ BJP അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആ സ്വീകരണങ്ങൾ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ തന്നെ അടിയുറച്ചു നിന്ന് എല്ലാത്തിനും ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി രീതിയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ ശശി തരൂർ തയ്യാറായില്ല എങ്കിൽ BJPയും CPM ഒക്കെ ഇപ്പോൾ അവരെ കൈനീട്ടി സ്വീകരിക്കുമായിരിക്കും. പക്ഷേ ഒരു രാഷ്ട്രീയ കാലഘട്ടം കഴിയുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തും എന്നത് തീർച്ചയാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കാണുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് KPCC അധ്യക്ഷനായ K. സുധാകരൻ ഇപ്പോഴും അദ്ദേഹത്തോട് ക്ഷമിച്ചും പുറത്തും മുൻപോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരകളിലെല്ലാം ശശി തരൂരിന് ഇടം നൽകിയിട്ടുണ്ട്. ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാവായി ഇരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി കോൺഗ്രസിന്റെ മുഖമായി ശശി തരൂരിനെ വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ ശശി തരൂരിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഗുണകരമാകുമെന്ന കണ്ടെത്തലായിരുന്നു കോൺഗ്രസിലേക്ക് ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു അടിത്തറ ഉണ്ടാക്കി തന്ന അതേ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുവാനുള്ള തീരുമാനം ശശി തരൂർ എടുത്താൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മര്യാദയും സ്നേഹവും മറന്നുകൊണ്ട് കറിവേപ്പിലയുടെ പോലും വിലയില്ലാത്ത തരത്തിലേക്ക് പറത്തിവിടും എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ ചില സാമുദായിക
വിഭാഗങ്ങൾ അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തുന്നത്. എന്തായാലും ശശി തരൂരിന് ഈ രാഷ്ട്രീയ നിലപാടുകളിൽ നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകുവാൻ പോകുന്നതെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതായുണ്ട്.